finest bridal jewelry collection from Josco. ഫേസ്ബുക്കിലൂടെ 150 സ്ത്രീകൾ വലയിൽ പണവും നഗ്നചിത്രവും കൈക്കലാക്കിയ പത്തനംതിട്ട സ്വദേശികൾ തൊടുപുഴയിൽ പിടിയിൽ. പത്തനാപുരം എംഎൽഎ കെ.ബി. ഗണേഷ് കുമാറിന്റെയും IPS ഉദ്യോഗസ്ഥന്റെയും പേരിൽ പ്രൊഫൈൽ സൃഷ്ടിച്ച് ഫേസ്ബുക്കിലൂടെയും വാട്സ്ആപ്പിലൂടെയും സ്ത്രീകളെ കബളിപ്പിച്ച മൂവർ സംഘം പിടിയിൽ. പത്തനംതിട്ട സ്വദേശികളാണ് തൊടുപുഴയിൽ പിടിയിലായത്. സ്ത്രീകളുമായി അടുപ്പ് സ്ഥാപിച്ച് പണവും നഗ്നചിത്രവും കൈക്കലാക്കുകയായിരുന്നു ഇവരുടെ പതിവ്. സ്വദേശത്തും വിദേശത്തുമുള്ള 150 സ്ത്രീകൾ ഇവരുടെ വലയിൽ കുടുങ്ങിയതായി ഇടുക്കി ജില്ലാ പോലീസ് ചീഫ് കെ.ബി. വേണുഗോപാൽ വ്യക്തമാക്കി. ഇവരുടെ ചതി അറിയാതെ 10 ദിവസത്തിനുള്ളിൽ ജോബി തോമസ് എന്ന പ്രതിയെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായി നിരവധി സ്ത്രീകൾ ക്യൂ നിൽക്കുന്ന നിലയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പ്രതികൾ 2.5 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തിട്ടുമുണ്ട്. പത്തനംതിട്ട മലയാലപ്പുഴ ചീങ്കത്തറ മൈലപ്ര എബിനേസർ ഹോമിൽ 24 വയസ്സുള്ള പ്രിൻസ് ജോൺ, മൈലപ്ര മുണ്ടുകോട്ടക്കൽ വലിയകാലായിൽ 26 വയസ്സുള്ള ജിവിൻ ജോർജ്, മണ്ണാറക്കുളഞ്ഞി പാലമുട്ടിൽ 26 വയസ്സുള്ള ലിജോ മോനച്ചൻ എന്നിവരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന് ഇരയായ കട്ടപ്പന സ്വദേശിയുടെ സഹോദരന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ജോബി തോമസ് IPS എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ അക്കൌണ്ട് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. എന്നാൽ ഇതേ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്ത് ഉണ്ട് താനും. സംശയം തോന്നാതിരിക്കാൻ വേണ്ടി കെ.ബി. ഗണേഷ് കുമാർ MLAയുടെ പേരിൽ മറ്റൊരു അക്കൌണ്ട് തയ്യാറാക്കി മ്യൂച്വൽ ഫണ്ടാക്കി മാറ്റുകയും ചെയ്തു. ജോബി തോമസിന്റെ സഹോദരിയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി DS പ്രിയ എന്ന പേരിൽ മറ്റൊരു സ്ത്രീയുടെ അക്കൌണ്ടും ഉണ്ടാക്കി. MLA എന്ന പേരിൽ ചാറ്റിംഗ് നടത്തിയിരുന്നത് പ്രിൻസ് ജോൺ ആയിരുന്നു. ജോബി തോമസ് എന്ന പേരിൽ പെൺകുട്ടിയുമായി അടുപ്പം ദൃഢമാക്കിയ ശേഷം വാട്സ്ആപ്പിലേക്കും ഇവരെ നയിക്കുകയായിരുന്നു ചെയ്തത്. പ്രിൻസ് ജോൺ നേരത്തെയും പോലീസിന്റെ പിടിയിലായി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് Royal weddings for every Indian bride. Malabar Gold and Diamonds. കോളേജ് റോഡ് പത്തനംതിട്ട, KP റോഡ് അടൂർ. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ TV പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ TVയിലൂടെ തത്സമയം കാണാം.